ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്ന് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ നേരെ പോയത് കുഴിമന്തി കഴിക്കാനായിട്ടാണ്. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഇറാനി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ കുഴിമന്തിയും അൽഫാമും അതുപോലെ തന്നെ നമ്മുടെ റോളും ഒക്കെ ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര ടേസ്റ്റുമാണ്. ഞങ്ങൾ എപ്പോഴും ഇവിടെ വന്നാലും മുകളിലത്തെ നിലയിലിരുന്ന് ഫുഡ് കഴിക്കാനാണ് ശ്രമിക്കാറ്. ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാനൊക്കെ പറ്റും. അപ്പൊ ഞങ്ങളുടെ കുട്ടികൾ രണ്ടുപേരും അൽഫാം കുഴിമന്തി കഴിക്കാൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞങ്ങള് ഹാഫ് അൽഫാം കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. സത്യം പറഞ്ഞ ഇത്രയൊന്നും ഞങ്ങൾ കഴിച്ച് തീർക്കത്തില്ല. ആവശ്യാനുസരണം കഴിക്കും. അതിനുശേഷം പാഴ്സൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോവുകയാണ് പതിവ്. ഇന്ന് വിളമ്പൽ പരിപാടി ഞാനാണ് ഏറ്റെടുത്തത്. അപ്പൊ ഏറ്റവും വലിയ പീസ് ചിക്കൻ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് എന്റെ പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം റൈസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി ഞങ്ങള് എൻജോയ് ചെയ്ത് അൽഫാം കുഴിമന്തി കഴിച്ചു. പ്രത്യേകിച്ച് എടുത്തു പറയാൻ തക്ക വേറെ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്ത് വയറ് നിറയെ കുഴിമന്തി കഴിച്ചു. പക്ഷെ എപ്പോഴും ഞങ്ങൾ മിസ് ചെയ്യുന്ന ഒന്നുണ്ട്. ഒരു 3 വർഷത്തിന് മുന്നേ ഞങ്ങൾ മലപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു റെസ്റ്റോറന്റിൽ കയറിയിട്ട് ഞങ്ങൾ കുഴിമന്തിയും ഒരു തവ ഫ്രൈയും കഴിച്ചു. പക്ഷെ റെസ്റ്റോറന്റിന്റെ പേരൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല. സ്ഥലവും എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല. പക്ഷേ ആ കഴിച്ച കുഴിമന്തിയുടെ ടേസ്റ്റ് വേറെ ഒരിടത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അത് മലപ്പുറം സ്റ്റൈൽ കുഴിമന്തി ആയിരിക്കാം അല്ലേ. ഞങ്ങളുടെ നാട്ടിലോ മറ്റു റെസ്റ്റോറന്റുകളിലോ പോയി കഴിച്ചിട്ടൊന്നും ആ ടേസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇനി മലപ്പുറത്ത് പോവുകയാണെങ്കിൽ അവിടെ പോയി കഴിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അടിപൊളി കുഴിമന്തി ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇനി ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. ആ വ്ലോഗ് അടുത്ത പാർട്ടായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.